സോ ഗൈസ്, ഇമ്പ്രൂവ്മെൻറ്റിൻ്റെ റിസൾട്ട് വന്നെന്ന് തോന്നുന്നു. നമുക്കൊന്ന് നോക്കി നോക്കാം. എനിക്ക് വലിയ ഇതൊന്നുമില്ല, പ്രതീക്ഷയൊന്നുമില്ല. സ്റ്റിൽ നമുക്കൊന്ന് നോക്കാം. സോ ഗൈസ്, ഞാൻ ഇപ്പോഴും ശരിക്കും ഒരു സ്വപ്ന ലോകത്താണ്. ഞാനിത് ആ റിസൾട്ടിൻ്റെ റിയാക്ഷൻ എടുത്ത് കഴിഞ്ഞിട്ടാണ് ഈ വീഡിയോ എടുക്കുന്നത്. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്ത സമയത്ത് എനിക്ക് കുറച്ച് നെഗറ്റീവ് കമൻറ്റ്സ് വന്നു. ശരിക്കും ഒരു മാർക്കിന് വേണ്ടി എന്തിനാണ് ഇമ്പ്രൂവ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ഞാൻ ഇമ്പ്രൂവ്മെൻറ്റിന് കൊടുത്ത് എക്സാം എഴുതുന്നതിന് തൊട്ട് മുമ്പ് വരെ എനിക്ക് ഭയങ്കര കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, കിട്ടും, ട്രൈ ചെയ്താൽ കിട്ടും. പക്ഷേ എക്സാം എഴുതി കഴിഞ്ഞിട്ട് എനിക്ക് അത്ര വലിയ കോൺഫിഡൻസ് ഒന്നും ഇല്ലായിരുന്നു, ടു ബി ഫ്രാങ്ക്. ശരിക്കും എനിക്ക് ഒരു മാർക്കിൻ്റെ ആണോ തെറ്റുന്നതെന്നായിരുന്നു എൻ്റെ സംശയം. എന്നിട്ട് ഞാൻ എൻ്റെ റിവ്യൂ ചെയ്ത സമയത്താണെങ്കിലും ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് ചിലപ്പോൾ ഒരു മാർക്കാണ് പോകാൻ ഈ വട്ടോ സാധ്യത. എന്നിട്ട് ഒരാൾ പറയുകയും ചെയ്തു, എന്തിനായി ഒരു മാർക്കിന് വേണ്ടി റിവ്യൂ എന്ന് ഇമ്പ്രൂവ്മെൻറ്റ് ചെയ്യുന്നതെന്നൊക്കെ ചോദിച്ചിട്ട്. പക്ഷേ ഇപ്പം ആ ഒരു മാർക്ക് എന്ന് പറയുന്ന ഒരു മാർക്കാണെന്ന് ഞാൻ റിപ്ലൈ ഇട്ടു. ഞാൻ ഒരു മാർക്ക് എന്ന് പറഞ്ഞാൽ ഒരു മാർക്കാണ്, അതെനിക്ക് വിലയുണ്ട് എന്ന് പറഞ്ഞിട്ട്. പക്ഷേ എഴുതി കഴിഞ്ഞിട്ട് വന്നപ്പോഴാണെങ്കിലും എനിക്ക് കിട്ടുമെന്നൊന്നും എനിക്കൊരു യാതൊരു ഇതുമില്ല, യാതൊരു ഉറപ്പും എനിക്കില്ലായിരുന്നു. പക്ഷേ കിട്ടി കഴിഞ്ഞപ്പോൾ ഞാനിപ്പം ശരിക്കും ഒരു എക്സൈറ്റഡ് സ്റ്റേറ്റിലാണ്. എന്തോ എനിക്കിപ്പോൾ എൻ്റെ ഒരു ഫീൽ എനിക്ക് പറഞ്ഞ് മനസ്സിലാക്കാൻ നിങ്ങളുടെ അടുത്ത് പറ്റത്തില്ല. അതുകൊണ്ടത്തെ ഒരു എക്സൈറ്റ്മെൻറ്റ് നിൽക്കും. അപ്പം ഗൈസ്, ഫുൾ അയ്യോ, ഞാൻ ശരിക്കും സത്യത്തിൽ വലിയ എനിക്ക് പ്രതീക്ഷകളൊന്നും ഇല്ലായിരുന്നു ഫുള്ള് കേട്ടത്. ഞാൻ വിചാരിച്ചത് ജസ്റ്റ് എനിക്കൊരു റിഗ്രറ്റ് ഇല്ലാതിരിക്കാൻ വേണ്ടി എഴുതാതേ ഉള്ളൂ. പക്ഷേ ഇത് കണ്ടോ, ഉണ്ട് യുവർ സ്കോർ, മാക്സിമം സ്കോർ എല്ലാം ഫുള്ളുണ്ട്, CET എല്ലാം ഫുള്ളുണ്ട്. പക്ഷെ കഴിഞ്ഞ വട്ടത്തേനെക്കാട്ടി ഞാൻ പറയില്ലായിരുന്നു, ഈ വട്ടത്തെ എനിക്ക് കുറച്ചുകൂടെ സിമ്പിളായിരുന്നു. എനിക്ക് വയ്യ. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇമ്പ്രൂവ്മെൻറ്റ് റിസൾട്ട് വന്നു കാണുമല്ലോ, ചെക്ക് ചെയ്തോ, എങ്ങനെയുണ്ട് റിസൾട്ട് എന്നൊക്കെ ഉള്ള കമൻറ്റ് ചെയ്യുക. എനിക്കിത് ശരിക്കും ഒരു സർപ്രൈസ് ആയിരുന്നു. ടു മൈ സർപ്രൈസ് എനിക്ക് ഫുള്ള് കിട്ടി. എനിക്കിപ്പോഴും വിശ്വസിക്കാൻ പറ്റുന്നില്ല. പക്ഷേ ഞാൻ ഇത്രയും ടെൻഷൻ അടിച്ചിട്ടും ഇല്ല. അതിങ്ങനെ റിസൾട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ വട്ടത്തിൽ എനിക്ക് ടെൻഷൻ ഒന്നും ഇല്ലായിരുന്നു. പക്ഷേ ഈ വട്ടത്തെ സെക്കൻഡ് ഇയറിൻ്റെത് കുറച്ച് ടഫായതുകൊണ്ട് എനിക്ക് ഇമ്പ്രൂവ്മെൻറ്റിന് കിട്ടിയാൽ കൊള്ളാമെന്നൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് വയ്യ, അയ്യോ. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് താമസിയാതെ കാണാം. Till then, thank you and have a nice day.